ഹായ്, ഞാൻ അമ്പിളി. പ്രസവവേദന എന്ന് പറയുന്ന ലോകത്ത് ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമല്ല. ആദ്യമായിട്ട് പ്രസവിക്കുന്ന സ്ത്രീകളല്ലായിരിക്കും ഓരോരുത്തരും. പക്ഷേ അവരെ ഓരോരുത്തരും ഈ 9 മാസം അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾ. അതിലുപരി ഈ 10ാം മാസം ആ ലേബർ റൂമിൽ എത്തുമ്പോൾ അവരനുഭവിക്കുന്ന ആ ഒരു ഫ്രസ്ട്രേഷൻ, കാര്യങ്ങൾ. ആ ഒരു ടൈമിൽ അമ്മയാകുക എന്ന് പറയുന്ന ഒരു ഗ്ലോറിഫിക്കേഷനേക്കാൾ ഉപരി അവർ ആ ഒരു നേരത്തെ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടൽ, ആ ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾ. അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇനിയെങ്കിലും ഉള്ള അമ്മമാർ, ഈ അമ്മമാരുടെ മഹത്വം പറയുന്ന അമ്മമാരുണ്ടല്ലോ, 10-12 പ്രസവിച്ച് ഞങ്ങൾ അങ്ങനെ പ്രസവിച്ചു, ഇങ്ങനെ പ്രസവിച്ചു, ഇതെല്ലാം പറഞ്ഞ് ആവശ്യമില്ലാത്ത കണക്കുകൾ നിരത്തി മക്കളെയും ചുറ്റുമുള്ളവരെ എല്ലാം ഇതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ അനുഭവിച്ച വേദനകളും കാര്യങ്ങളും ഒരു അതേ രീതിയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീക്ക് ആശ്വാസമായിട്ട്, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ ആ ഒരു രീതിക്കുള്ള അവർക്ക് വേണ്ട ഒരു ആശ്വാസം പകരാനോ അല്ലെങ്കിൽ അവർക്ക് ഉള്ളൊരു കരുതലാകാനോ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 10-12 പ്രസവിച്ചിട്ടോ മക്കളെ വളർത്തിയിട്ടോ എന്താ കാര്യമുള്ളത്? ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനും 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയാണ്. എത്ര ധൈര്യമുള്ള ഒരു സ്ത്രീകളാണെങ്കിൽ പോലും ആ ഒരു ടൈമിൽ ലേബർ റൂമിൽ എന്ന് പറയുന്നത് പകച്ചു നിൽക്കുന്ന ഒരു സ്റ്റേജ് തന്നെയാണ്. ആദ്യത്തെ ഓരോത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഒന്നും അറിയാൻ മേലാത്ത ആ ഒരു ഘട്ടത്തിൽ ഹസ്ബൻഡിൻ്റെ സാമീപ്യം എത്രയായാലും ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. പിന്നെ സ്വന്തം അമ്മയുടെ ഒരു സാമീപ്യവും അവരൊക്കെ കൂടി ഉണ്ടാകുമ്പോൾ വേദനകൾ നമുക്ക് കുറയുമെന്നോ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നൊന്നും മാർക്കുമെന്നൊന്നുമല്ല. പക്ഷേ അവർ തരുന്ന ആ ഒരു ആശ്വാസം, ഊർജ്ജം എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. ഓരോ സ്ത്രീയും അത് ആഗ്രഹിക്കുന്നതാണ്, അത് അർഹിക്കുന്നതാണ്. പണ്ടത്തെ കാര്യം കൊണ്ട്, പല കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കതൊരു നിഷിദ്ധമായെങ്കിൽ പോലും അത് ഇനിയുള്ളവർക്ക് അങ്ങനെ പകർന്നു കൊടുക്കാനല്ല നിങ്ങൾ തയ്യാറാണ്. നിങ്ങൾ അനുഭവിച്ച വേദനകൾ, കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വരണമെന്നാണോ ചിന്തിക്കേണ്ടത്? ഒരിക്കലും അല്ലല്ലോ. ആ ഒരു രീതിയിൽ കടന്നു വരുന്നവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മറ്റുള്ളവർക്ക് വരാതെ അവരെ എങ്ങനെ നമുക്ക് ആ ഒരു രീതിയിൽ അവരുടെ മനസ്സിനെ പിടിച്ചു നിർത്താം, അല്ലെങ്കിൽ അതിനെ അവരെ പാകപ്പെടുത്താം എന്ന് വേണം നമ്മൾ അവർക്ക് പകർന്നു നൽകാനായിട്ട്. അല്ലാതെ അവരെ ബുദ്ധിമുട്ടിക്കുകയല്ല, അവരെ ഫ്രസ്ട്രേറ്റ് ചെയ്തോ സ്ട്രെസ് ചെയ്യിക്കുകയോ അല്ല വേണ്ടത്. അമ്മയാകുക എന്ന് പറയുന്ന മഹത്വത്തിന് ഉപരി അതിന് മുമ്പുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ പഠിച്ചു വന്നുകൊള്ളും. നിങ്ങൾ പഠിച്ചു പാസ്സായി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള കുട്ടികളായിരിക്കുന്നവർക്ക് പഠിച്ചു തന്നെ വേണ്ട രീതിയിൽ വരാൻ, അല്ലാതെ ഒരാൾ പഠിച്ചുകൊണ്ട് എല്ലാവരും പഠിച്ചു എന്നുള്ള രീതിയിലേക്ക് വരുമോ? ഇല്ലല്ലോ. അപ്പം അതുപോലെ തന്നെ അവരെ ജീവിക്കാൻ അനുവദിക്കുക. നിങ്ങൾ ഇത്രയും വലുതാക്കി ഇത്രല്ലേ അവരെ കല്യാണം കഴിച്ചു വിടുന്നതും അവർ ഭാര്യയും ഭർത്താവും ആവുന്നത്. അവർ ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെല്ലാം ശരിയായിട്ടും കാര്യങ്ങളിലുമാണോ വന്നത്? അല്ലല്ലോ. എന്തൊക്കെ തെറ്റുകളും കാര്യങ്ങളും ഉണ്ട്. സ്വയംത്തെ ജീവിതം ഒന്നും ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് ചുറ്റുമുള്ളവരുടെ ജീവിതം നന്നാക്കാനായിട്ട് എന്തിനാണ് ശ്രമിക്കുന്നത്? അവർക്കും തെറ്റുകൾ പറ്റട്ടെ. തെറ്റുകളിൽ നിന്ന് ശരികളിലേക്ക് അവരും പഠിച്ചുയരാനായിട്ട് അവർ ശ്രമിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ അവരെ സാന്ത്വനിപ്പിക്കാൻ, അവർക്ക് കൂടെ നിൽക്കേണ്ടപ്പോൾ നമ്മൾ നിൽക്കുക എന്നുള്ളതല്ലാണ്ട് നമ്മുടെ കണക്കുകൾ, നമ്മൾ ചെയ്ത കാര്യങ്ങളും വലിയ കാര്യങ്ങളായിട്ട് വിളിച്ച് പറയുന്നതല്ല ഒരമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ. ആരാണെങ്കിലും, അത് പുരുഷനാണെങ്കിലും അവരുടെ മഹത്വം എന്ന് പറയുന്നത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക.